എല്ലാവർക്കും നമസ്കാരം. ആന പ്രധാന കഥാപാത്രമാകുന്ന പല സിനിമകളും മലയാളത്തിലുണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യം ഓർമ്മ വരുന്നത് മധു സംവിധാനം ചെയ്ത് അഭിനയിച്ച സിന്ദൂരച്ചെപ്പ് എന്ന് പറഞ്ഞ സിനിമയാണ്. അതുപോലെ തന്നെ മറ്റൊരു സിനിമയാണ് അടൂർ ബാസി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അടൂർ ബാസി, സോമൻ, ജയഭാരതി, ഉഷാകുമാരിയൊക്കെ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന ഗുരുവായൂർ കാശ്വൻ. മറ്റൊരു സിനിമ ജയറാമിൻ്റെ പട്ടാഭിഷേകം. അങ്ങനെ കുറേ സിനിമകൾ മലയാളത്തിലുണ്ട്. അതിൽ ചിലതെല്ലാം ആന മതിക്കുന്നതാണ്. തച്ചോളിയോദയൻ്റെ മകൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ആന മതിക്കുന്ന രംഗം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അമ്പിളിയുടെ വീണപൂ എന്ന് പറഞ്ഞ സിനിമയുടെ അവസാനവും ആന മതിക്കലിലാണ്. ഇത് ഒരു കല്ലായിത്തീർന്ന ഒരു ആനയുടെ കഥയാണ്. അത് മറ്റൊരാൾ പറയും. ഈ ആനപ്പാറ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണ്. ഈ ആനപ്പാറയുടെ ഐതിഹ്യം പറയുകയാണെങ്കിൽ ഈ ആനപ്പാറയിൽ നിന്ന് 4 കിലോമീറ്റർ മാറി താണിക്കുടം എന്ന സ്ഥലത്ത് ദേവി ഒരു അമ്പലമുണ്ട്. അവിടെ അമ്മയാണ്, ദേവിയാണ് പ്രതിഷ്ഠ. അവിടെ എല്ലാ വർഷവും കുതിരവേലയാണ് ആഘോഷിക്കാറ്. കുതിരകളുടെ കെട്ടി കുതിരവേലകളാണ് എല്ലാ വർഷവും. അങ്ങനെ ഇരിക്കെ ഒരു വർഷം അവർ ആനപ്പൂരം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ കുറേ നടന്ന് കുറേ വന്നപ്പോൾ അവിടെ നിന്ന് ആന ഓടി വന്ന് നിന്ന് ഇവിടെ കല്ലായി എന്നാണ് ഐതിഹ്യം. അതെ, ആന മതിച്ച് ഓടി വന്ന് കല്ലായ സ്ഥലം ആനപ്പാറ. ആനപ്പാറയുടെ ദൃശ്യങ്ങൾ.